ഇന്നത്തെ വീഡിയോ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്തായിട്ട് തോട്, പിന്നെ ചാലിയാർപ്പുഴ, ചോല, പിന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു പാടം ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ശംഖുപുഷ്പം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതാണ് ഞങ്ങളെ വീടിൻ്റെ മുന്നിലുള്ള സ്ഥലം കേട്ടോ. ഇവിടെ തോട്ടപ്പണിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടതാ കേട്ടോ. ഇപ്പം കണ്ട വീടല്ല കേട്ടോ ഞങ്ങളുടെ, അതിൻ്റെ ബേക്കിലുള്ളതാണ് ഞങ്ങളെ വീട്. അപ്പോൾ തൊടിയൊക്കെ കൊത്തി കളച്ച് നല്ല ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ. പന്നി രാത്രി പന്നി കളയ്ക്കണ പണി ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ നല്ല പ്രശാന്ത സുന്ദരമായി കിടക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലത്തിൻ്റെ 2018-2019 അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അന്ന് വെള്ളം കയറിയിട്ടോ, ഇവിടെ നല്ല പാടത്തൊക്കെ നല്ല വെള്ളം കയറി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വീട്ടിലും വെള്ളം കയറി കേട്ടോ. ആ ഒരു സമയത്ത് തന്നെയാണ് ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ. അങ്ങനെ അത് തുടക്കത്തിൽ അതല്ല, എത്ര ആളുകളുടെ ജീവനും സ്വത്തിനും, എത്ര വീടുകളിൽ വെള്ളം കയറി, എന്തൊക്കെ നഷ്ടപ്പെട്ട ഒരു ദുരന്തം തന്നെയായിരുന്നില്ലേ അന്നത്തെ പ്രളയം. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ വെള്ളം വന്നപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഏതൊരു മഴ പെയ്താലും ഇത്രയൊക്കെ വെള്ളം കയറലുണ്ട് കേട്ടോ. നല്ല മഴ അടുപ്പിച്ച് പെയ്താൽ ഇത്രയൊക്കെ വരലുണ്ട്. കാരണം പുഴയിൽ വെള്ളം വന്നാൽ തോട്ടിൽ കൂടെ കയറും. അന്നതാ മക്കൾ തുടക്കമൊക്കെ ആയപ്പോൾ മക്കളതിൽ കളിക്കുന്നു കേട്ടോ. ഇന്നൊക്കെ ഇപ്പോൾ വെള്ളം വന്നാലും കളിക്കാൻ പറ്റില്ല, കാരണം അമീബിക്ക് മസ്തിഷ്ക ജ്വരമൊക്കെ ഉണ്ടാകണ അതുള്ളതുകൊണ്ട് വെള്ളത്തിലൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ. അന്ന് ഞങ്ങൾ കുറച്ചൊക്കെ സന്തോഷത്തിൽ അങ്ങനെ കളിക്കുന്നു. പിന്നെയാണ് ആകെ പിടുത്തം വിട്ടിട്ടുള്ള വരവ് വന്നത് കേട്ടോ. ഇതിലാകെ എല്ലാവരും പേടിച്ച് പോയി. ഞങ്ങളെ വീട്ടിലും വെള്ളം കയറി. വീട്ടിൽ നിന്ന് എല്ലാവരും മാറാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്കൊക്കെ പോയിട്ടോ. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ പേടിയാണ് കേട്ടോ, വെള്ളം കയറുമോ എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് കയറുമൊന്നുമില്ല, അതേ വരുള്ളൂ വെള്ളം. നമുക്ക് ഇങ്ങനെ കാണാൻ അറിയാം. ഞങ്ങളിങ്ങനെ ഓരോ കോല് കുത്തിയേക്കും കേട്ടോ, വെള്ളം കയറുണ്ട്, എത്രത്തോളം കയറുണ്ടെന്ന്. അങ്ങനെ നോക്കല ഞങ്ങൾ. അങ്ങനെ അപ്പോൾ ഞങ്ങളെ പാലം ഒന്ന് ചെറുതായിട്ട് അവിടെ കുറച്ചൊരു വിള്ളൽ വന്നപ്പം അതൊക്കെ മാന്തി ഇപ്പം അതിലൂടെ ഓവാലിടുക കേട്ടോ. അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ മോനാണ് കേട്ടോ, അപ്പൂസ്. അപ്പോൾ അതിൻ്റെ കയറി ഇങ്ങനെ ഇരിക്കുക. വല്യച്ഛൻ്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഈ പാലപ്പം താൽക്കാലികമായിട്ട് ഇട്ടുന്നതാണ്. ഞാനൊന്ന് പറിച്ചു ഉണ്ടോ ശംഖുപുഷ്പം. പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ വിത്ത് ഉണ്ടോ. പൂവ് തിന്നാലോ, പൂവിൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെന്താ കായ അത് പൊളിച്ചപ്പോൾ അതാട്ടോ അതിൻ്റെ വിത്ത്. തിന്നൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത് കേട്ടോ. ഇത് കുഴിച്ചിട്ട് ഇതട്ടോ അതിൻ്റെ വിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളെ തോടും പാടും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ഞങ്ങൾ ചോലയിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ല, എന്നാൽ ചോലയും കാണിച്ചു തരാം. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നല്ല വേറൊരു സ്ഥലമുണ്ട്, അതും ഒക്കെ അടുത്ത പാർട്ട് 2 കാണിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.